പ്രകൃതിയുമായി അല്പനേരം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരിടമുണ്ട്. എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന പാണി എലിപ്പോരിലേക്ക് പോകാം. വേനൽക്കാലത്ത് പോകാവുന്ന മികച്ച സ്ഥലങ്ങളിലൊന്നാണ് വേങ്ങൂർ പഞ്ചായത്തിലെ പാണി എലിപ്പോര്. പെരുമ്പാവൂരിൽ നിന്നും 23 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ. വെറും 50 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ പാണി എലിപ്പോരിലെ മനോഹര കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലാം. കാടിന്റെ നിശബ്ദതയിൽ പക്ഷിക്കൂട്ടങ്ങളുടെ ശബ്ദം കേട്ട് ഈ വഴിയിലൂടെ 1.5 കിലോമീറ്ററോളം നടന്നു വേണം പോരിലേക്കെത്താൻ. പെരിയാറിലെ ജലം പാറക്കൂട്ടങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദം നദി പോരടിക്കുന്നതാണെന്നാണ് ഇവിടുത്തുകാർ പറഞ്ഞിരുന്നത്. പുഴ രണ്ടായിട്ട് തിരിഞ്ഞിട്ട് പല കൈകളായിട്ട് വന്നിട്ട് ഒന്നിച്ചു കൂടി വെള്ളം തമ്മിലിങ്ങനെ അടിച്ചു പതയണതാണ്. മുന്നോട്ട് നടക്കുന്തോറും വനത്തിന്റെ ശാന്തതയെ കീറി മുറിച്ച് വെള്ളം പോരടിക്കുന്ന ശബ്ദം കാതുകളിലേക്കെത്തും. പോരിലേക്ക് എത്തുന്നതിന് മുൻപ് ആഴം കുറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇറങ്ങാം. ഇത് 2005 തുടങ്ങിയതാണ്. തുടങ്ങി ഞാനിവിടെ ഉണ്ട്. ഞങ്ങളുടെ ജോലി വന്ന ആൾക്കാരെ നിയന്ത്രിക്കുക, വെള്ളത്തിലേക്ക് ഇറങ്ങാതെ നോക്കുക, ആഴമുള്ള സ്ഥലങ്ങളിൽ പോവാതെ നോക്കുക. ഇതൊക്കെയാണ് ഞങ്ങൾ മെയിനായ ജോലി. കാട്ടുവഴി തീർന്നാൽ പിന്നെ പാറകൾക്ക് മുകളിലൂടെ വേണം പോകാൻ. ആഴമേറിയ ഇടങ്ങളിൽ മുള കൊണ്ട് നിർമ്മിച്ച ചെറിയ പാലങ്ങളുണ്ട്. പോരിലേക്ക് എത്തേണ്ട വഴി കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. എല്ലാ പോയിന്റിലും ഗാർഡുമാരുണ്ട്. ഇതാണിപ്പോൾ ഏറ്റവും ഈ വർഷത്തിലെ ഒരു 2 അടി വെള്ളമോട് കുറയും. എന്നാലും ഈ കറണ്ട് ഉൽപ്പാദനം കഴിഞ്ഞ് വെള്ളം വന്ന കാരണം മിനിമം വെള്ളം എപ്പോഴും പുഴയിലുണ്ടാവും. നേരത്തെ ഈറ്റ ചെങ്ങാടൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഒരുപാട് അപകടങ്ങൾ നേരത്തെയും അവിടെ നടന്നിട്ടുള്ള. അന്ന് ടൂറിസ്റ്റുകളൊന്നുമില്ല. ഈറ്റ ഇറക്കണ സ്ഥലമാണ് പോയി വരുന്നത്. ഇവിടുന്ന് 15 കിലോമീറ്റർ പൂത്താങ്കട്ട്, അതിൻ്റെ മുകളിൽ ഇടമലയാറ്. പാണിയേലിപ്പോരിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് സുരക്ഷയ്ക്കും സഹായത്തിനുമായി 40ഓളം ഗാർഡുമാരും ഇവിടെയുണ്ട്. കാട്ടുവഴികളെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. രാത്രികാലങ്ങളിൽ ആന ഇറങ്ങുന്ന സ്ഥലമായതിനാൽ ഇവിടെ ഫെൻസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ സഞ്ചാരികൾക്ക് ഇറങ്ങി കുളിക്കാം. അപകട മേഖലകൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. പാറകൾക്ക് മുകളിലെല്ലാം കല്ലടി കുഴികൾ കാണാം. മഴക്കാല സമയത്ത് വെള്ളത്തിലുണ്ടാവുന്ന ചുഴിയിൽപ്പെടുന്ന കല്ലുകൾ ഈ പാറകളിൽ ഉരഞ്ഞുണ്ടാകുന്ന കുഴികളാണിത്. കുടുംബമായും അല്ലാതെയും ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. വനിതാ സൗഹൃദ കേന്ദ്രമായ ഇവിടെ ഡ്രസ് ചേഞ്ചിങ് റൂമും വൃത്തിയുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. ഇത് 2005 മുതലാണ് ഇവിടെ വനസംരക്ഷണ സമിതി രൂപീകരിച്ച് ഇങ്ങനെ ടിക്കറ്റൊക്കെ വെച്ച ആളുകളെ കയറ്റിവിട്ടുള്ളത്. 2005 മുതൽ മലയാറ്റൂർ ഡിവിഷൻ്റെ കീഴിൽ വരുന്ന എക്കോ ടൂറിസം പോയിൻ്റാണ് പെരിയാർ കേന്ദ്രീകരിച്ച്. ഇവിടെ പ്രധാനമായിട്ടും നമുക്കൊരു 1 കിലോമീറ്ററോളം വാക്ക് വേ ഉണ്ട്, ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ നമുക്കിവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ജസ്റ്റ് ഒരു വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ, ജസ്റ്റ് റിലാക്സ് ചെയ്യാവുന്ന ഒരു പ്ലേസാണ്. വനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അപ്പർ സൈഡും നല്ല വനമാണ്, ഈ സൈഡും വനമാണ്. അപ്പോൾ ആനയുടെയൊക്കെ ശല്യമാണ് പ്രധാനമായിട്ടുണ്ട്. പക്ഷെ എന്നാലും പകൽ സമയങ്ങളിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. നമുക്ക് മൃഗങ്ങൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അധികം നൈറ്റാണ് വരുന്നത്, പകൽ വരവ് വളരെ കുറവാണ്. ഡിസംബർ മുതൽ മെയ് വരെയാണ് നമുക്ക് ഇവിടെ ഒരു നമ്മുടെ മെയിൻ ടൂറിസ്റ്റ് ടൈം. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല മഴക്കാലത്ത് ഇവിടെ പുഴയിൽ വെള്ളം കൂടുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിന് നടുക്കുള്ള വെള്ളച്ചാട്ടത്തിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. നമ്മൾ ഡിസംബർ മാസത്തോടെയാണ് താൽക്കാലിക പാലങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ആ പോര് എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. 8 മണി മുതൽ 4 മണി വരെയാണ് നമ്മുടെ ടൈം. 5 മണിക്ക് എക്സിറ്റ് ആണ്.